ലഹരിക്ക് വൻ മാർക്കറ്റുള്ള ഇടമാണ് കേരളം. ലഹരി വിൽപ്പന സൈഡ് ബിസിനസ്സാക്കിയും പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇന്നതാ നോക്കൂ, മൂവാറ്റുപുഴയിൽ MDMAയുമായി പിടിയിലായത് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. കസ്റ്റഡിയിലുള്ള ബാവ പി ഇബ്രാഹിം ലഹരി വിൽപ്പനക്കാരൻ കൂടിയാണെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ഇയാളിൽ നിന്ന് 2.8 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തത്. മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ കഴിഞ്ഞ രാത്രിയാണ് MDMA പിടികൂടിയത്. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ കാഷ്യറായ ബാവ പി ഇബ്രാഹിമിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 2.8 ഗ്രാം MDMAയും MDMA വിറ്റ് ലഭിച്ച 3000 രൂപയും മൊബൈൽ ഫോണും 3 സിം കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വർഷം ആദ്യവും ബാവയിൽ നിന്ന് MDMA പിടികൂടിയിരുന്നു. അന്ന് 32 ദിവസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അതിനുശേഷവും മയക്കുമരുന്ന് വിൽപ്പന തുടരുകയായിരുന്നു. എക്സൈസ് സംഘത്തിന്റെ ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിശോധനയിലാണ് ബാവ വീണ്ടും കുടുങ്ങിയത്. വ്യത്യസ്ത രീതികളിലാണ് ഇയാൾ MDMA വിൽപ്പന നടത്തിയിരുന്നത്. ഉപയോഗിച്ച സ്ട്രോ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൽ MDMA നിറച്ച് ആവശ്യക്കാരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങും. അതിനുശേഷം പ്രത്യേക സ്ഥലത്ത് ഈ സ്ട്രോ കൊണ്ടുപോയി വയ്ക്കുകയും ഇതിന്റെ ഫോട്ടോ എടുത്ത് പണം നൽകിയവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഒഴിഞ്ഞ മിഠായി പേപ്പറുകളിൽ MDMA പൊതിഞ്ഞും ഇയാൾ സമാന രീതിയിൽ വിൽപ്പന നടത്തിയിരുന്നു. 1/2 ഗ്രാം MDMAക്ക് 2500 രൂപ മുതൽ 3000 രൂപ വരെയാണ് ബാവ വാങ്ങിയിരുന്നത്. ബാവ പി ഇബ്രാഹിമിന് MDMA എത്തിച്ചു നൽകുന്ന ആലുവ സ്വദേശിയായ കച്ചവടക്കാരനെ കുറിച്ചും എക്സൈസ് സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, ഇയാൾക്ക് ഗൂഗിൾ പേ വഴിയും സ്കാനറിലേക്കും പണം അയച്ചുകൊണ്ടിരിക്കുന്ന 20 യുവാക്കളുടെ പേരുകൾ നമ്മൾ ഇതിനകത്തോട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കല്ലൂർക്കാട് CIയുടെ നേതൃത്വത്തിലാണ് ബാവയുടെ ദേഹപരിശോധന നടത്തി മഹസർ തയ്യാറാക്കിയത്. പുതുവർഷ ആഘോഷങ്ങൾക്കിടയിൽ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനു വേണ്ടി പരിശോധനകൾ കർക്കശമാക്കുമെന്നും എക്സൈസ് സംഘം അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.